എടുക്ക്. എന്തായി, മുഴുവൻ കഴിച്ചോ? നീ തുറന്നു നോക്ക്. അല്ല, ഇത് മുഴുവൻ കഴിച്ചതാണോ അതോ എവിടെയെങ്കിലും കളഞ്ഞതാണോ? മുഴുവൻ ഏട്ടൻ കഴിച്ചത് തന്നെയാ. ഞാനാണ് സാക്ഷി. ആ, അതുകൊണ്ട് എനിക്ക് വിശ്വാസായി. ഓ, അപ്പൊ എന്നെ വിശ്വാസമില്ല? എന്താ ഋഷി, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണോ? ചിരിക്കാതെ കാര്യം പറ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണോ? അയ്യോ, അല്ല എന്റെ പൊന്നെ. ഏതായാലും ദേവിയേച്ചിക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. മുഴുവൻ ഫുഡും ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. നീ പോയി ഫ്രഷ് ആവും. വാ. ഞാൻ വിചാരിച്ച എന്നോടുള്ള ദേഷ്യം കൊണ്ട് ഫുഡ് കളഞ്ഞിട്ട് വരുമായിരിക്കും. വാ, നമുക്കും പോവാം. എന്താ അഞ്ജു, നിനക്ക് എന്താ പറ്റിയ? ഓ, ഒന്നും അറിയാത്തൊരു പാവം. നീ കാര്യം പറ. കാര്യം പറ അഞ്ജു. കണ്ടില്ലേ ഓരോരുത്തരും എത്ര സ്നേഹത്തോടെ അവരുടെ ഭാര്യമാരെ നോക്കുന്നേന്ന്. ഇവിടെ ഒരാള്, ഞാനൊന്നും പറയുന്നില്ല, കണ്ടു പഠിക്ക്. അല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്നാണോ നീ പറയുന്നത്? അതൊക്കെ സ്വയം ചിന്തിച്ചാ മതി. ഗോപികയെ പോലെ തന്നെ ഞാനും രാവിലെ ആഹാരം പാക്ക് ചെയ്ത് അഭിയേട്ടനെ തരാൻ വന്നതല്ലേ. എന്നിട്ട് എന്തായി? എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അഭിയേട്ടൻ ഋഷിയേട്ടനോടൊപ്പം കാറിൽ കയറി പോയില്ലേ? ഞാൻ പിന്നാലെ ഓടുമായിരുന്നു. എന്നിട്ടും അഭിയേട്ടൻ ഗവനിച്ചില്ല. എന്റെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങാനും നിന്നില്ല. എന്തുകൊണ്ടാ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് അഭിയേട്ടൻ കൊണ്ടുപോകാത്തെ? എന്തുകൊണ്ടാ അത് നിഷേധിച്ചത്? നീ എന്താ അതിന്റെ പേരിൽ എന്നോട് ഉടക്കാൻ നിൽക്കുവാണോ? എന്നാ അത് വേണ്ട. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് മനസ്സറിഞ്ഞ് ചെയ്യണം. അല്ലാതെ മറ്റുള്ളവരെ അനുകരിക്കുകയല്ല വേണ്ടത്. ഗോപിക ഋഷിയേട്ടന് ഉച്ചഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തു എന്ന് കരുതി നീ അത് കോപ്പി അടിക്കരുത്. അപ്പോഴാ ഇതുപോലുള്ള തിരിച്ചടികൾ കിട്ടുന്നത്.